കാരണം വ്യക്തമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ആഴ്ചയിൽ മാസ് ഡയലോഗായിരുന്നു രേണുസുതി നിന്ന് വന്നത്. രേണുസുതി ഫ്ലവർ അല്ലടാ ഫയർ ആടാ താഴത്തില്ലടാ എന്ന് പറഞ്ഞതായിരുന്നു ഹൗസിനുള്ളിൽ എത്ര ആക്രമിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല എന്ന് രേണു പറഞ്ഞത്. എന്നാൽ രണ്ടാം ആഴ്ച ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. വയ്യ എന്ന് രേണു മറ്റ് മത്സരാർത്ഥികളോട് പറയുന്നുണ്ട്. എൻ്റെ ഹെൽത്ത് തീരെ ഓക്കെയല്ല, എനിക്കിനി വയ്യ, വീട്ടിൽ പോയാൽ മതിയെന്നായി. ഇങ്ങനെ രേണുസുതി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതോടെ താരം പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാൻ സാധ്യത കൂടുതൽ രേണുവിനാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ പേരുടെയും പ്രതികരണം. കാരണം മിഡ് വീക്ക് എവിക്ഷനിൽ ടാസ്കിൽ തോൽക്കുന്ന 2 പേരാണ് പുറത്തേക്ക് പോവുക. ബിഗ് ബോസിൽ ഇതുവരെയുള്ള ടാസ്കുകളിൽ രേണുസുതി വലിയ രീതിയിലുള്ള മത്സരമൊന്നും പുറത്തെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആരോഗ്യനില മോശമാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ കൂടി ഇവർക്ക് മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടാസ്കിൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. ബിഗ് ബോസ് 2ാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴും വലിയ കണ്ടന്റുകളൊന്നും സൃഷ്ടിക്കാൻ രേണുവിന് സാധിച്ചിട്ടില്ല. അക്ബർ ഖാൻ നടത്തിയ മോശം പരാമർശം, തലവേദനയെ ചൊല്ലിയുള്ള തർക്കം, അനീഷിനെതിരായ വാക്കുപോര് എന്നിങ്ങനെയുള്ള നിമിഷങ്ങളല്ലാതെ രേണുസുതിയിൽ നിന്ന് മറ്റ് കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുമില്ല. മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ രേണുവിൻ്റെ വോട്ടഭ്യർത്ഥിച്ചുള്ള വീഡിയോ ലാലേട്ടൻ കാണിക്കുകയും ചെയ്തത് രേണുവിനെ തിരിച്ചടിയായി. എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിങ്ങിലേക്ക് വന്നാൽ രേണുസുതിക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് എല്ലാ കമൻറ്റുകളും വരുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7 നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും പറയുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.